തീവ്ര സ്വഭാവമുള്ള ഇസ്ലാമിക ശക്തികളാണ് പി.വി. അൻവറിന് പിന്നിലെന്ന് CPM വിലയിരുത്തൽ. CPMനുള്ളിൽ നുഴഞ്ഞു കയറിയ തീവ്രവാദ ശക്തികളാണ് പാർട്ടി അച്ചടക്കത്തെ തകർത്തതെന്നും നേതാക്കളുടെ നിലപാട്. അൻവറിന് പിന്നിൽ ആരെന്നുള്ള അന്വേഷണം പാർട്ടി ഊർജിതമാക്കി. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, ഇപ്പോൾ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു വിലയിരുത്തൽ ഇസ്ലാമിക ശക്തികളാണ് പി.വി. അൻവറിന് പിന്നിൽ എന്ന് തന്നെയാണ്. മറ്റെന്തൊക്കെ വിവരങ്ങളാണ് ഉള്ളത്? പാർട്ടി പൂർണ്ണമായും പി.വി. അൻവറിനെ തള്ളിയിരിക്കുന്നു എന്ന രീതിയിലുള്ള നിലപാടുകളാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്നറിയാൻ സാധിക്കുന്നത്. കാരണം തീവ്ര സ്വഭാവമുള്ള ഇസ്ലാമിക ശക്തികളാണ് പി.വി. അൻവറിന് പിന്നിലെന്ന് CPM വിലയിരുത്തൽ വന്നിരിക്കുകയാണ്. CPMനുള്ളിൽ നുഴഞ്ഞു കയറിയ തീവ്രവാദ ശക്തികളാണ് പാർട്ടി അച്ചടക്കത്തെ തകർത്തതെന്നും നേതാക്കളുടെ നിലപാട്. അൻവറിന് പിന്നിൽ ആരെന്നുള്ള അന്വേഷണം പാർട്ടി ഊർജിതമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യം. അത്തരത്തിലുള്ള ഒരു വാർത്താ സമ്മേളനം കഴിഞ്ഞ ദിവസം പി.വി. അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ആദ്യമല്ല മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് അൻവർ കടന്നിരുന്നെങ്കിൽ ഇന്നലെ മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു, ഒരു യുദ്ധ പ്രഖ്യാപനമായിരുന്നു എന്ന് വേണമെങ്കിലും പറയാം. വിനീഷ് തുടരുന്നുണ്ട്. വിനീഷ്, ഇപ്പോൾ CPMന്റെ ഭാഗത്ത് നിന്ന് ഒരു വിലയിരുത്തൽ വന്നിരിക്കുകയാണ്. തീവ്ര സ്വഭാവമുള്ള ഇസ്ലാമിക ശക്തികളാണ് പി.വി. അൻവറിന് പിന്നിലെന്നാണ് CPM പറയുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ കഴിഞ്ഞ കുറെ കാലമായി CPMനുള്ളിൽ പ്രത്യേകിച്ച് ഇസ്ലാമിക തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ നുഴഞ്ഞു കയറി എന്ന ആക്ഷേപങ്ങൾ പല ഘട്ടങ്ങളിലായി ഉയരുന്നു. പണ്ട് VS അച്യുതാനന്ദൻ അടക്കമുള്ള നേതാക്കൾ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിന് സമാനമായ ഒരു വിലയിരുത്തൽ തന്നെയാണ് ഇപ്പോൾ CPM നേതാക്കൾ നടത്തുന്നത്. കാരണം ബാക്കി ശക്തികളുടെ ഒരു ഇടപെടലാണ്, പാർട്ടിയെ തകർക്കാനുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ പി.വി. അൻവറിന്റെ പ്രധാന അജണ്ട. ആ അജണ്ടയ്ക്ക് പിന്നിൽ ഒരു പ്രധാന തിരക്കഥയുണ്ട് എന്ന് നേതാക്കൾ പറയുമ്പോൾ ആ തിരക്കഥ എന്താണ് എന്ന് കൃത്യമായി ബോധിപ്പിക്കാൻ നേതാക്കൾ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ കൃത്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല. പല ഘട്ടങ്ങളിലായി ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ട മുഖ്യമന്ത്രിയും പറഞ്ഞത് ഇതാണ്. ഇനിയും പറയാൻ തനിക്ക് ഒരുപാടുണ്ട്, പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ഇതൊന്നും കൂടുതൽ വരും ദിവസങ്ങളിൽ പ്രതികരിക്കാമെന്ന മുഖ്യമന്ത്രിയുടെ നിലപാടും പറഞ്ഞു വെക്കുന്നത് ഇത്തരത്തിൽ തന്നെയാണ്. തീവ്ര ഇസ്ലാമിക സ്വഭാവമുള്ള തീവ്രവാദ ശക്തികൾ ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ ഇടതുമുന്നണിയിൽ CPMനുള്ളിൽ നുഴഞ്ഞു കയറുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ CPMനെ തകർക്കാൻ ശ്രമിക്കുന്നത് എന്ന വിലയിരുത്തൽ പാർട്ടി നേതാക്കൾ നടത്തുന്നെങ്കിൽ പോലും അതൊന്നും തുറന്നു പറയാൻ പാർട്ടി നേതാക്കൾ തയ്യാറാകാത്ത സാഹചര്യം തന്നെയാണ് ഉള്ളത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് പി.വി. അൻവറിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് CPM നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഓരോ നേതാക്കളുടെ പ്രതികരണങ്ങൾ, പ്രത്യേകിച്ച് മന്ത്രിമാരുടെയും മറ്റ് മുതിർന്ന CPM നേതാക്കളുടെ പ്രതികരണവും അത്തരത്തിൽ തന്നെയാണ്. മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനുമെതിരെ ഉയരുന്ന ആക്ഷേപങ്ങളിൽ പ്രതിരോധം തീർക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ് CPM നേതാക്കളുടെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ഭാഗ്യശക്തി ഏതാണ്, പി.വി. അൻവറിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രധാന ശക്തി ഏതാണ്, പി.വി. അൻവറിന് പിന്നിലുള്ള അജണ്ട എന്താണ്, പി.വി. അൻവറിനെ ആരാണ് നിയന്ത്രിക്കുന്നത് എന്നതൊക്കെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ CPM നേതാക്കളുടെ കയ്യിലുണ്ടെങ്കിൽ പോലും അതിനെ സംബന്ധിച്ചുള്ള ഒരു കൃത്യമായ പ്രതികരണം CPM നേതാക്കൾ നടത്തുന്നില്ല. കാരണം CPMന് ഒരു സൈഡിൽ വോട്ട് രാഷ്ട്രീയമുണ്ട്. ആ വോട്ട് രാഷ്ട്രീയത്തിന് CPM നിലപാട് സ്വീകരിക്കുന്നു. അതേസമയം തന്നെ ഈ വോട്ട് രാഷ്ട്രീയത്തിന് നടത്തിയ CPMന്റെ പ്രീണന രാഷ്ട്രീയത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് ഇപ്പോഴത്തെ ഈ വിവാദങ്ങൾ. സമീപ ഭാവിയിൽ അല്ലെങ്കിൽ സമീപ കാലത്തൊന്നും CPM ഇത്തരത്തിലുള്ള രാഷ്ട്രീയമായ ഒരു പ്രതിരോധം അല്ലെങ്കിൽ രാഷ്ട്രീയമായ വലിയ ചർച്ചകൾക്ക് ഇത്തരത്തിൽ CPMനുള്ളിൽ ഒരു വലിയ ചർച്ച ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ കടന്നിരിക്കുന്നു. ഇപ്പോൾ പാർട്ടി അച്ചടക്കം പോലും തെറ്റിച്ചുകൊണ്ട് CPMന്റെ വിവിധ നേതാക്കൾ CPMലെ പ്രധാന നേതാവായ പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കാൻ ശ്രമിക്കുന്നു. പിണറായി വിജയനെതിരെ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യം. അതിന് സമാനമായ നിലപാട് തന്നെയാണ് പി.വി. അൻവറും ഉന്നയിച്ചിരിക്കുന്നത്.